ഹായ് ഫ്രാൻസിസ് ജോസഫ് കണ്ടത്തിൽ, ജെയിംസ് കാച്ചാനത്ത്, ടിൻഡോ ശാമുവൽ, നാൽപ്പനാൽ, ഫിലിപ്പ് ജോൺ, ജാനിഷ് മാത്യു, നാൽപ്പനാൽ തോമസ്, ജോയ് കെ എസ്, ജിനീഷ് മാത്യു, മാത്യൂസ് വടക്കത്തറയാൻ, അനിൽ തോമസ് തലവൂർ, ഷീന ബെഞ്ചമിൻ, ഹായ് എബി തോമസ്, സാബു സാമുവേൽ, ജിജോ കുര്യാക്കോസ്, രാജു പുത്തൻ വീട്ടിൽ, സഞ്ജു പണിക്കർ, ഹായ് സുനിൽ പീറ്റർ കുന്തൂർ, ഹായ് സുനിൽ. Thank you everyone for joining in this live. Thank you. താങ്ക് യു എവരിവൺ. ഞാൻ ഇന്നലെ വൈകിട്ടാണ് കാണുന്നതൊരു ട്രോള് പ്രചരിക്കുന്നത്. ഞാൻ ഈ യാത്രയിലായിരുന്നുണ്ട്, അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ എൻ്റെ ഇടവപ്പള്ളി പോവുകയും അവിടെ പൂർവികരുടെ കല്ലറയിൽ ഒരു മെഴുകുതിരി കത്തിക്കുകയും ചെയ്തു. അത് കൂട്ടിച്ചേർത്ത് എൻ്റെ ഒരു പഴയ പ്രസംഗമായിട്ട് കണക്ട് ചെയ്തൊരു ട്രോള് പ്രചരിക്കുന്നുണ്ട്. കുറെ ആളുകൾ എനിക്കത് അയച്ചു തരികയും ചെയ്തു. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമെന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. ഒരു സെക്കൻഡ്. അപ്പൊ ഇതിലൊരു പഴയൊരു മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അതേക്കുറിച്ച് ആദ്യം പറയാം. അത് പെന്തക്കോസ്തുകാരുടെ ഒരു പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ്: അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു നിന്നിടുന്നു, നാമും ചേർന്നിടുവാനായി ആനന്ദക്കര നീട്ടി പുഞ്ചിരി തൂകി വിളിച്ചിടുന്നു, നമുക്കും പോകാം. അപ്പൊ ഈ മരിച്ചുപോയവരുടെ ആത്മാക്കൾ അക്കരെ ഇങ്ങനെ, ഇതൊരു തോട് പോലെയാണ്,
ഈ അക്കരെ എന്ന് പറയുമ്പോൾ ഒരു തോടോ ആറോ അല്ലെങ്കിൽ ഒരു നദി, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ എന്തോ ഒരു നദിയുണ്ട്, ആ നദിയുടെ അക്കരെ ഇക്കരായിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഇവരുടെ പാട്ടുകൾക്കകത്ത് തന്നെ യോർദാൻ മരണമാണ്, യോർദാൻ അക്കരെ ഇക്കരെ നിൽക്കും എന്നൊക്കെയാണ് ധാരണ. അപ്പൊ അങ്ങനെ ഈ യോർദാൻ നദിയുടെ അപ്പുറത്ത് യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ അങ്ങനെ പാട്ടുണ്ട്. അതുകൊണ്ട് ഈ യോർദാൻ നദിയുടെ അക്കരെയാണ് മരിച്ചു പോയവരെല്ലാം കൂടെ നിൽക്കുന്നത്. അവരവിടെ നിന്ന് ഇങ്ങനെ കൈനീട്ടി വിളിക്കുക. ഈ മരിച്ചു പോയവർ കൈനീട്ടി വിളിക്കുന്ന കണ്ട് സന്തോഷിച്ച് ആവേശം മൂത്ത് പെന്തക്കോസ്തുകാർ പാടുകയാണ്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. ആരാണ് ഇവരെ വിളിക്കുന്നത്? മരിച്ചുപോയവരുടെ ആത്മാക്കൾ. ഇത് പെന്തക്കോസ്റ്റിലെ ഒരു പാട്ടാണ്, പോപ്പുലർ പാട്ട്. ഞാൻ പെന്തക്കോസ്റ്റിൽ നിന്നപ്പോ 25-26 വർഷം പെന്തക്കോസ്റ്റിൽ നിന്നപ്പോ ഈ പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നു എന്ന് കരുതപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച ഒരാളാണ്. ഞാൻ പറഞ്ഞു, ഞാന് തെറ്റിദ്ധരിക്കപ്പെട്ട് പെന്തക്കോസ്ത് ഉപദേശം ശരിയാണെന്ന് വിശ്വസിച്ച് ധരിച്ചു വശായി അതിനകത്ത് പെട്ടതാണ്. പക്ഷെ ഞാൻ എവിടെ നിന്നാലും അവിടെ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത്. ഈ വഞ്ചനയില്ല, ഈ ചതിയിൽ വഞ്ചനയില്ല. അത് വലിയൊരു ചതിയാണ്, അതിനകത്ത് പിന്നെ വഞ്ചനയില്ല. പക്ഷെ പെന്തക്കോസ്തിലുള്ളവരൊന്നും അങ്ങനെ അല്ലായിരുന്നു. അവരൊക്കെ ചതിയിൽ വഞ്ചന കാണിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പാട്ട് നമ്മുടെ വിശ്വാസവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ലോ. കാരണം പെന്തക്കോസ്ത് വിശ്വാസം അനുസരിച്ച് മരിച്ചുപോയവരോട് യാതൊരു സംസർഗവും ഇല്ല, മരിച്ചുപോയവരോട് യാതൊരു ഇടപാടും ഇല്ല, മരിച്ചവർ മരിച്ചു എന്നാണ് പെന്തക്കോസ്തിൽ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഒക്കെ ഈ പാട്ടാ പാടുന്നത്. ഏത് പാട്ടാ? 2-3 പാട്ടുണ്ട്. ഒന്ന് യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ കാണുന്നെന്നുള്ളൊരു പാട്ട്. പിന്നെ അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ അവിടെ കാത്തു നിൽക്കുന്നു, അവർ ആനന്ദത്തോടെ കരനീട്ടി നമ്മളെ വിളിക്കുന്നു, നമുക്ക് പോകാം എന്ന് പാടുന്ന പാട്ട്. അപ്പൊ ഇതൊക്കെ ഒരു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷനും സ്പിരിറ്റ് വർഷിപ്പും അല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വളരെ ശക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അന്ന് അതൊന്നും പെന്തക്കോസ്തിൽ ആരും മറുപടി പറഞ്ഞിട്ടില്ല. അന്ന് അവർ പറഞ്ഞു അത് സാരമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വിശ്വാസമെന്ന് കരുതപ്പെടുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതുമായ വിശ്വാസത്തോട് പോലും പ്രമാണങ്ങളോട് പോലും ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് വസ്തുത. എന്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ഞാൻ പറയാം. ഞാന് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ ഒരു ചിത്രം പോലും എൻ്റെ വീട്ടിൽ, എൻ്റെ ഒരു വീട്ടിലോ ഒരു സ്ഥലത്തോ ഒരു പ്രിമൈസസിലോ വണ്ടിയിലോ ഒന്നും ഒരു ചെറിയ ചിത്രം പോലും വെച്ചിട്ടില്ല. ചെറിയ ചിത്രം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെതാകട്ടെ മാതാവിൻ്റെതാകട്ടെ പുണ്യവാളന്മാരുടെതാകട്ടെ ഒരു ചെറിയ പടം പോലും, ചെറിയ സ്റ്റാമ്പ് സൈസിലുള്ള പടം പോലും ഞാൻ വെച്ചിട്ടില്ല. ഇന്നും വെച്ചിട്ടില്ല. ഇന്നും എൻ്റെ വീട്ടിലൊന്നും ഒരു പടവും ഇല്ല, അങ്ങനെയുള്ള യാതൊരു പടങ്ങളും ഇല്ല. കാരണം ഞാൻ ടോട്ടലി അതിനെ റിമൂവ് ചെയ്തു. ഞാൻ അമേരിക്ക വന്നപ്പോൾ ഇവിടെ പല പെന്തക്കോസ്തുകാരുടെ, പ്രത്യേകിച്ച് ഞാൻ ആദ്യം വന്നപ്പോൾ പാസ്റ്ററുടെ വീട്ടിൽ തന്നെ യേശുവിന്റെ പടം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഇത് പടം വെച്ചിരിക്കുന്ന, കാരണം എന്റെ ചിന്തയിൽ പെന്തക്കോസ്തുകാർ ഇങ്ങനെ പടം വെക്കാൻ പാടില്ല, വെക്കത്തില്ലെന്നുള്ളതാണ്. അപ്പൊ പാസ്റ്റർ ചിരിച്ചോണ്ട് പോകും, അതിനിപ്പോ എൻ്റെ ഒരു പടമല്ല ഇരിക്കട്ടെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർ ഇതിനകത്തൊക്കെ ഇതൊക്കെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്, വളരെ നിസ്സാരമായിട്ട്. പിന്നീട് ഞാൻ കണ്ട് ഈ പെന്തക്കോസ്തുകാർ പലരും അവരുടെ മരിച്ചുപോയവരുടെ കല്ലറയ്ക്കലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പോകുന്നില്ല, ഞാൻ 25 വർഷമായിട്ട് പോയിട്ടില്ല. എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ഈ ആശിഷ് ജേക്കബ് എന്ന് പറയുന്നത്. ഈ ലൈവിലൊക്കെ എൻ്റെ കൂടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പൊ ഞാനൊരിക്കൽ കണ്ടു, അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയുടെ കല്ലറയ്ക്ക് പോയി താൻ മുട്ടുകുത്തിയിരിക്കുന്ന ഒരു റോസപ്പൂ ഒക്കെ വെച്ചിരിക്കുന്ന ഒരു പടം ഫേസ്ബുക്കിലൊക്കെ ഇട്ട്, ഇന്നും അദ്ദേഹത്തിന്റെ പേജിൽ ആ പടം കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഇവരൊക്കെ ഇതിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പടം വെക്കുന്നുണ്ട്, മരിച്ചവരുടെ കല്ലറയ്ക്കൽ പോകുന്നുണ്ട്. അപ്പം ഞാനാണ് ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ആ കാലഘട്ടത്തില ഞാനിതൊക്കെ പ്രസംഗിച്ച്, ഞാൻ വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചു ഇത് തെറ്റാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ബോധ്യം അതാണ്, ഇതൊക്കെ തെറ്റാണെന്ന്. അപ്പൊ ഇവരിതൊക്കെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞത്,
ഇങ്ങനെ നിങ്ങളുടെ ഉപദേശം ഇതാണെങ്കിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ഈ പാട്ടും ഉപദേശവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇവരതിനെ ലൈറ്റായിട്ട് എടുക്കുക. അപ്പൊ ഞാൻ ആ വിഷയത്തെ വീണ്ടും എന്ത് ചെയ്തു, പുനർവായിക്കാൻ തീരുമാനിച്ചു. അപ്പൊ സത്യത്തിൽ ആ പ്രസംഗമാണ് എൻ്റെ പഠനങ്ങളുടെ ഒരു പുനരാരംഭിക്കാനുള്ള ഒരു കാരണം. ഞാൻ പെന്തക്കോസ്തിന്റെ വാഗ്ദോർണി കേട്ടപ്പോ കത്തോലിക്ക ഓർത്തഡോക്സ് ഉപദേശം എല്ലാം തെറ്റാണ്, പെന്തക്കോസ് ഉപദേശം ശരിയെന്ന് വിശ്വസിച്ച് പിന്നെ കൂടുതൽ അന്വേഷണം കഴിക്കാതെ അന്ധമായിട്ട് അതിലേക്ക് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. കാരണം കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പത്തരമാറ്റ് തങ്കമാണ്. കാരണം ഇത്രയും വിശുദ്ധന്മാരില്ല ദൈവത്തോട് അടുത്തിരിക്കുന്നവർ ഇപ്പൊ പറക്കും, ഏത് നിമിഷവും പറക്കാം എന്നുള്ള. കാരണം പിന്നെ പഠിക്കാനൊന്നും സമയമില്ല. അപ്പൊ അത്തരത്തിൽ ഉടൻ കർത്താവ് വരും. ഈ ലൂക്കോസ് വിശേഷം 9 നമ്മൾ വായിക്കുന്നുള്ളൂ, ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് അങ്ങ് തോന്നിപ്പോയി ശിഷ്യന്മാർക്ക് എന്ന് പറഞ്ഞ പോലത്തെ വലിയൊരു ബഹളവും പെരളിയും എല്ലാം കണ്ടപ്പോ പിന്നെ പഠിക്കാനൊന്നും നേരമില്ല. അപ്പൊ ഇത് തന്നെ സത്യം, പിന്നെ എന്തോ ചിന്തിക്കാൻ അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ അപ്പോസ്തോലിക സഭകളുടെ ഉപദേശങ്ങളും പ്രാക്ടീസുകളും എല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ പ്രസംഗിക്കുകയും ചെയ്തു പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയ പ്രസംഗമാണത്. ആ പ്രസംഗമൊക്കെ ഇന്ന് വീണ്ടും എടുത്ത് പ്രചരിപ്പിക്കുന്ന നിങ്ങൾക്ക് സാരമായ തകരാറുണ്ട്. കാരണം ഞാൻ പെന്തക്കോസ്തിൽ പാസ്റ്ററും അല്ലായിരുന്നു, പ്രസംഗകനും അല്ലായിരുന്നു എന്ന് പറയുന്നത് ഇവർ തന്നെ. ഞാൻ പെന്തക്കോസ്തിൽ നിന്നപ്പോൾ പ്രസംഗിച്ച് പ്രസംഗവും കൊണ്ട് നടക്കുക. ഇന്നിപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കാൻ എന്റെ തന്നെ പഴയ പ്രസംഗം വേണ്ടി വരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു പാപ്പരത്വത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ഇടയിൽ ആരും ഇല്ല ഇതിനൊരു മറുപടി പറയാൻ, ഒരു പുതിയ ക്ലിപ്പൊന്നും ഇടാൻ. ഇപ്പൊ പഴയ ക്ലിപ്പും ഒക്കെ ആയിട്ട് വരികയാണ്. അതെന്റെ അന്നത്തെ ബോധ്യമാണ്. ഇത് ഡെയിലി അഭിപ്രായം പറഞ്ഞ ആളല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ച കാലം മുതൽ ഞാൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെ പള്ളിയിലൊന്നും പോകാത്തതും സൺഡേ സ്കൂളിൽ പഠിക്കാത്തതും പള്ളിയിലെ വിശ്വാസങ്ങളെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്തിരുന്ന ഒരാളാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ ദൈവവിശ്വാസത്തിലേക്ക് വന്നപ്പോ പെന്തക്കോസ്താണ് ഏറ്റവും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഏറ്റവും ക്രീമി ലെയർ ഗ്രൂപ്പ് ഇതാണെന്നുള്ള ഒരു ഇമേജ് അവർക്കുണ്ടായിരുന്നു. അതിൽ നമ്മൾ വിശ്വസിച്ചു. ഇപ്പൊ നമ്മൾ കോളേജിൽ അഡ്മിഷന് പോവുക, അല്ലെങ്കിൽ ഒരു തുണി എടുക്കാൻ പോവുക, അപ്പോഴെല്ലാം നമ്മൾ ബ്രാൻഡ് മൂല്യം നോക്കും. ഏറ്റവും കൂടുതൽ പരസ്യമുള്ള ആർക്കാണ്? ഏറ്റവും കൂടുതൽ പരസ്യമുള്ള കോളേജിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുണി എടുക്കാൻ പോകുന്നതൊക്കെ അങ്ങനെയാണ്. അധികം പരസ്യങ്ങളൊന്നും ഇല്ലാത്തടത്ത് പോകത്തില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്നതും അവകാശവാദം ഉന്നയിക്കുന്നതുമായ ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് പെന്തക്കോസ്തിനെ ഞാൻ ചൂസ് ചെയ്ത് ഞാൻ പെന്തക്കോസ്തുകാരനായി. ഇതാണ്. കാരണം എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ നിൽക്കുമ്പോൾ ഏറ്റവും കൃത്യവും ഏറ്റവും കറക്റ്റായ ഒരു വിശ്വാസത്തിൽ വേണം നിൽക്കാൻ. അങ്ങനെ പെന്തക്കോസ്തു വിശ്വാസം ഏറ്റവും കൃത്യവും ഏറ്റവും ആധികാരികത ഉള്ളതുമാണെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഇതിനെ പുൽകുന്നത്. അങ്ങനെ തന്നെ അന്ധമായി വിശ്വസിച്ച് ഇന്നും പെന്തക്കോസ്ത് നിൽക്കുന്ന അനേക ആളുകളുടെ വിശ്വാസം അത് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതി, നമുക്ക് സ്വന്തമായി വിശ്വാസ പ്രമാണം ഇല്ലാത്തതിനാൽ നമുക്ക് ബ്രദറൻകാരുടെ വിശ്വാസ പ്രമാണങ്ങൾ, ബ്രദറൻകാരുടെ ഉപദേശവും നമ്മുടെ അന്യഭാഷയും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോയാൽ മതി. ഒരു ബഹുമാന്യ പാസ്റ്റർ അങ്ങനെ എഴുതി. അപ്പൊ അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് എഴുതാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ സത്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഘോരം അതൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ പ്രസംഗം എൻ്റെ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇന്നും നിങ്ങൾ ആ പാട്ട് പാടുന്നുണ്ടെന്നുള്ളതാണ് അതിലേറെ വൈചിത്ര്യം. ഇപ്പോഴും നിങ്ങൾക്ക് ആ പാട്ട് നിർത്താറായിട്ടില്ല. അപ്പൊ ആ പാട്ട് പാടുമ്പോ അതൊരു സ്പിരിറ്റ് വർഷിപ്പ് അല്ലേ എന്നുള്ള സന്ദേഹം ഞാൻ ഉന്നയിച്ചിട്ടും നിങ്ങൾ വീണ്ടും അത് പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വാങ്ങിപ്പോയവരും ജീവനോടെ ഇരിക്കുന്നവരുമായിട്ടുള്ള ആ കൂട്ടായ്മ വളരെ സജീവമാണ്, യാഥാർത്ഥ്യമാണ് എന്നെനിക്ക് മനസ്സിലായി. അതെന്റെ വിശ്വാസ ജീവിതത്തിൽ വിപ്ലവകരമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ എനിക്കിത്രേ പറയാനുള്ളൂ. വാങ്ങിപ്പോയവർ സഭയിൽ സജീവരാണ്. വാങ്ങിപ്പോയവരും ജീവനോടിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരുടെയും കൂട്ടായ്മയാണ് സഭ. എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ആ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്.
താമസിച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ വായിക്കാം. എന്തുകൊണ്ട് ഞാൻ കല്ലറയ്ക്കൽ ധൂപം വെച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം. സിയോൻ പർവ്വതത്തിനും നാം അടുത്തു വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ വളരെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിന് വേണ്ടി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മാത്രമാണ് സഭ എന്ന് കരുതുന്നവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇപ്പൊ ദൈവത്തെയും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെയും ദൈവത്തിന്റെ പരിശുദ്ധ റൂഹായെയും വിശുദ്ധ ദൂതന്മാരെയും നീതിമാന്മാരുടെ ആത്മാക്കളെയും യേശുവിന്റെ രക്തത്തെയും ഇതൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അൺസീൻ റലത്തിലാണ്, അദൃശ്യ മണ്ഡലത്തിലാണ്. അപ്പൊ ഇത് കാണാൻ പറ്റുന്നില്ല. അതെല്ലാം നമ്മുടെ ആരാധനയിൽ വളരെ സജീവമായിട്ട് ഇവയുടെ പ്രസൻസ് ഉണ്ടെന്നാണ് എബ്രായ ലേഖനം 12 പറയുന്നത്. ഇപ്പൊ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും, നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. അതുപോലെ നമ്മുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ കഴിയും. ഇതൊക്കെ ആദ്യകാലം മുതലുള്ള ക്രിസ്തീയ സഭയുടെ പ്രാക്ടീസാണ്. ആദ്യകാലം മുതലുള്ള ക്രിസ്തീയ സഭയുടെ പ്രാക്ടീസാണ്. അതുകൊണ്ട് ആ കൺവിക്ഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് തിരിയുവാൻ കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പല ആളുകൾക്കും അതിലേക്ക് തിരിയാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രായോഗികമായി പല ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ട്. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോകാം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോ സഹോദരൻ ജോൺ ലോറൻസ് ഒരു ലൈവ് ചെയ്തായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് പോയോ എന്ന് ചിലർ ചോദിക്കുന്നു. അപ്പൊ താൻ പോയില്ല എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കാൻ താൻ പ്രയാസപ്പെടുന്നതായിട്ടൊക്കെ കണ്ടു. ഇത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ആ വിഷയം നിർത്തി. ഇനി അതിലേക്ക് വരും. അതായത് ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഗ്ലോറിയസ് ഗോസ്പൽ ഒരു സഭയല്ല. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഗ്ലോറിയസ് ഗോസ്പൽ ഇസ് എ ഗ്ലോറിയസ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള മഹത്വകരമായ ധാരണയാണ് ഈ മഹത്വകരമായ സുവിശേഷം എന്ന് പറയും. അപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്പല് മനസ്സിലാക്കുമ്പോൾ ഒരാൾ മതം മാറേണ്ട കാര്യമോ സഭ മാറേണ്ട കാര്യമോ ഇല്ല. എന്തിന്? നിങ്ങളൊരു കടത്തിണ്ണയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കേണ്ട കാര്യം പോലും അവിടെ ഇരുന്നാൽ മതി. ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്റെ സുവിശേഷത്തിന്റെ ആ തേജസ്സിനെ ഗ്രഹിക്കുക. അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അത് സകല കാലത്തിനു മുമ്പ് സകല ലോകത്തിനു മുമ്പ് ക്രിസ്തുവിൽ നിങ്ങളെ ദൈവം നിഷ്കളങ്കനായി കണ്ടു എന്നുള്ളതാണ്. ആ നിഷ്കളങ്കനായി കണ്ട നിങ്ങളെ ക്രിസ്തുവിലൂടെ വീണ്ടെടുത്തിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഗോസ്പൽ. അപ്പൊ അതിന് നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല, നിങ്ങളുടെ മനോഭാവം കാരണമല്ല, നിങ്ങളുടെ തീരുമാനം കാരണമല്ല, നിങ്ങളുടെ ഹിതം കാരണമല്ല. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അതുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒരാള് മതം മാറേണ്ട ആവശ്യമില്ല, സഭ മാറേണ്ട ആവശ്യമില്ല, ഒന്നും മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഗ്ലോറിയസ് ആകാം. നിങ്ങൾ പെന്തക്കോസ്തിലാണെങ്കിൽ ഗ്ലോറിയസ്. ആ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവും, സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ നിങ്ങൾക്ക് അവസരം തരുന്ന സുവിശേഷമാണ് ഗ്ലോറിയസ് ഗോസ്പൽ. സ്നേഹത്തിന്റെ നറുതേൻ നുകരുവാൻ അവസരം നൽകുന്ന സുവിശേഷമാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ ദൈവിക സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായുവും
ദൈവിക സ്നേഹത്തിന്റെ നറുതേന് നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രത്യേകത. അപ്പൊ ഈ സ്വാതന്ത്ര്യവും ഈ സന്തോഷവും ഈ സ്നേഹവും ഈ സമാധാനവും നിങ്ങൾ എവിടെ നിന്നാലും അവിടേക്ക് വർഷിക്കുന്നു. അതാണ് എല്ലാ ബോണ്ടേജുകളും മാറിപ്പോകും ഈ ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്പൽ മനസ്സിലാക്കുന്ന ഒരാള്, ചില ആളുകൾ അവർ നിൽക്കുന്ന കൂട്ടായ്മകൾ വളരെ മനുഷ്യത്വരഹിതമായും മനുഷ്യാവകാശ വിരുദ്ധമായും ജനങ്ങളെ അടിമകളാക്കുകയും വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആ കൂട്ടായ്മകൾ വിട്ടുപോയെന്നിരിക്കും. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അല്ലാതെ ഇവിടെ ആരും വിട്ടുപോകാൻ നിർബന്ധിക്കുന്നില്ല. ഇപ്പൊ ഒരു മതം പോലും മാറേണ്ട ആവശ്യമില്ല. ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കാം. ഒരു ഹിന്ദു ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിച്ചാൽ ഹിന്ദു ആയിട്ട് തുടരാം, അല്ലാതെ അവൻ എന്തെങ്കിലും പോയി രജിസ്റ്റർ ചെയ്ത് അവൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് മതം മാറേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് ഈ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഗ്ലോറിയസ് ഗോസ്പൽ, അതിന് പാരലായിട്ട് അതോടൊപ്പം ക്രിസ്ത്യൻ ഓർത്തഡോക്സി. ഇത് തമ്മിൽ ആളുകൾക്ക് തെറ്റിപ്പോകുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഗ്ലോറിയസ് ഗോസ്പൽ പ്രസംഗിക്കുന്നതിനോടൊപ്പം തന്നെയാണ് മിക്കവാറും ഒക്കെ തന്നെ ഓർത്തഡോക്സിയും പറയുന്നത്. അപ്പൊ ഈ ഓർത്തഡോക്സ് ഇത് രണ്ടും കേട്ടിട്ട് ആളുകൾ ചിന്തിക്കുന്നത് ഈ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കണമെങ്കിൽ ഓർത്തഡോക്സ് സഭയിലേക്ക് പോകണമെന്ന്. അങ്ങനല്ല, ഓർത്തഡോക്സിയുടെ പ്രാധാന്യം പറയുന്നു, അതോടൊപ്പം തന്നെ ഗ്ലോറിയസ് ഗോസ്പലും പറയും. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഓർത്തഡോക്സ് സഭയിൽ നിന്ന് അത് ദുരുപദേശമാണെന്നും പിശാചിന്റെ കൂട്ടമാണെന്നും അവർ നരകത്തിന്റെ വിറകുകൊള്ളിയാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു 14,000 പേരെ ഞാൻ പെന്തക്കോസ്തിലോട്ട് തള്ളിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പൂർണ്ണ പരിഹാരം ആകുകയല്ലെങ്കിലും ഒരു പ്രായശ്ചിത്തം എന്ന നിലയ്ക്കാണ് ഈ ഓർത്തഡോക്സി എത്ര ശ്രേഷ്ഠമാണെന്നുള്ളത് എൻ്റെ ലൈവ് മെസ്സേജുകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. ഇതാണ് വസ്തുത. അല്ലാതെ നിങ്ങളെല്ലാം കൂടെ ഉടനെ ഓർത്തഡോക്സ് സഭയിൽ ചെല്ലണം എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അമേരിക്കയിൽ തന്നെ ധാരാളം ഹൈന്ദവ സുഹൃത്തുക്കൾ കേൾക്കുന്നു, പ്രത്യേകിച്ച് IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ. എനിക്ക് ധാരാളം ശ്രോതാക്കളുണ്ട്. എന്നെ അവർ വിളിക്കാറുണ്ട്, കാരണം ദേ ലൈക്ക് മൈ മെസ്സേജസ്. അവരോടാരും ഞാൻ ക്രിസ്ത്യാനിയാകാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അതിനകത്ത് ഈ കഴിഞ്ഞ ആഴ്ച അവരിൽ ഒരാളുടെ വിവാഹമായിരുന്നു. അതിലെന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്ന ആ സമയത്ത് ഞാൻ ഇന്ത്യയിലായിരുന്നു. കാരണം എനിക്ക് എല്ലാ മതത്തിലും പെട്ട ആളുകൾ എന്നെ കേൾക്കുന്നു. കാരണം ഇത് ട്രൂത്താണ്. മനുഷ്യനും ദൈവവുമായിട്ട് സംബന്ധിക്കുന്ന ഒരു ട്രൂത്ത്. ദൈവം ഒരുവനാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, മനുഷ്യനായ ക്രിസ്തു യേശു. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. ഇതിനകത്ത് ക്രിസ്ത്യാനികളുടെ സ്വന്തമോ ഒന്നുമല്ല, ഇതെല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. എന്നാൽ ക്രിസ്ത്യൻ ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർത്തഡോക്സി. അപ്പൊ ഈ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസ പ്രമാണങ്ങളിലും ആരാധനകളിലും ലിറ്റർജിയിലുമൊക്കെ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട്. മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ അങ്ങനെയില്ല. മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങൾ തികച്ചും ഈ സെക്ടേറിയനിസമാണ്, എക്സ്ക്ലൂസിവിസമാണ്. കാരണം അവർ മാത്രം രക്ഷപ്പെടുമെന്നും ബാക്കി ആരും രക്ഷപ്പെടത്തില്ലെന്നും ദൈവം അവരുടെ സ്വന്തമാണെന്നും ദൈവം അവർക്ക് വേണ്ടി നിൽക്കുന്നു എന്നും ഒക്കെ വിശ്വസിക്കുന്ന വിഭാഗങ്ങളാണ് മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തമായി സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ ഗ്ലോറിയസ് ഗോസ്പലിന്റെ സ്ഫുരണങ്ങളുണ്ട്. അപ്പം ഈ സുറിയാനി സഭയുടെ പോസിറ്റീവ് വശങ്ങൾ പറയുന്നതൂടെ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രതിസ്ഫുരണങ്ങൾ ആ ലിറ്റർജിയിൽ ഉണ്ടെന്നുകൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കുന്ന സാധുക്കളായ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ഉടൻ തന്നെ ഓർത്തഡോക്സ് സഭയിൽ ചേരണം. അങ്ങനല്ല പറയുന്നത്. ഓർത്തഡോക്സ് സഭ വിട്ട് മറ്റ് നാശകരമായ മതഭേദങ്ങളിലേക്ക് പോയവർക്ക് തിരികെ പോകാൻ സാവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ മനസ്സിലായോ? അതിനൊന്ന് അടിവരയിട്ടേക്കണം. ഉണ്ടെങ്കിൽ. ഒത്തിരി ആളുകൾക്കും ഇല്ല. കാരണം പ്രത്യേകിച്ച് അവരുടെ ജീവിത പങ്കാളികളുടെ പിടിവാശി, ഭാര്യമാരെ വഴങ്ങത്തില്ല. പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റത്തില്ല. ഇന്നലെ ബോംബെന്ന് എന്നെ ഒരാൾ വിളിച്ചു. പുള്ളി ഒരു പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ടതാണ്, ഓർത്തഡോക്സ്. ഇദ്ദേഹം എൻ്റെ മെസ്സേജ് കേൾക്കണം. വീട്ടിൽ ഭാര്യ സമ്മതിക്കത്തില്ല, അത് കേൾക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടി പുള്ളി എന്ത് ചെയ്യാണ്? നടക്കാൻ പോകുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. ഇപ്പം ഏതായാലും ദിവസം 3 മണിക്കൂർ നടക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഏതായാലും ആരോഗ്യം നന്നാവുമല്ലോ. ഈ
നമ്മുടെ ലൈവ് കേൾക്കാൻ വേണ്ടിയാണല്ലോ ഡെയിലി 3 മണിക്കൂർ വെച്ച് പുള്ളി നടക്കുന്നുണ്ട്. കാരണം നടക്കാൻ ഇപ്പം ഭാര്യ മറ്റേ നടക്കാൻ വിട്ടാ 10 മിനിറ്റ് കൊണ്ട് നടന്നേച്ച് തിരിച്ചു വരുന്ന മനുഷ്യൻ ഇപ്പം 3 മണിക്കൂർ അങ്ങ് നടക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് തിരിച്ചു പോകാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സ്വാതന്ത്ര്യവും സ്വാവകാശവും ഉണ്ടെങ്കിൽ, 1. 2, നിങ്ങൾ ഇവിടെ ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ, ഞാൻ മനസ്സിലായി, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ചെറിയ ഒരു ക്ലബ്ബ് നടത്തി അവിടെ നിന്നുള്ള വരിസംഖ്യ കൊണ്ടാണ് നിങ്ങൾ ഉപജീവനം കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയത്തില്ല. നിങ്ങളിപ്പോ നാളെ ഓർത്തഡോക്സ് സഭയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ വരുമാനം ഉണ്ടാകത്തില്ല. അപ്പൊ ഇതുകൊണ്ട് ആളുകളെ കൂട്ടുകയും എന്റർടൈൻ ചെയ്യുകയും ചെയ്ത് നിങ്ങളൊരു വരുമാനം കണ്ടെത്തുന്നെങ്കിൽ ദാറ്റ്സ് നോട്ട് എ സിൻ. ദാറ്റ്സ് നോട്ട് എ സിൻ. ദാറ്റ്സ് നോട്ട് എ സിൻ. കാരണം യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പേരിൽ ആളുകളെ എന്റർടൈൻ ചെയ്യുക. ഈ പണ്ടത്തെ ഈ പൊറാട്ട് നാടകങ്ങൾ, ഈ സൈക്കിളജ്ഞം, റിക്കോ ഡാൻസ്, ഈ തമിഴ്നാട്ടിൽ നിന്ന് റിക്കോ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റിക്കോ ഡാൻസ് വരുന്നത് അടി റാക്കം, നമ്മുടെയൊക്കെ ഈ പറമ്പിലൊക്കെ വെളിമ്പറമ്പൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ റെക്കോർഡ് വെക്കും. അപ്പൊ ഒരു ആണ് തന്നെ പെണ്ണിന്റെ വേഷമൊക്കെ കെട്ടി ആണും പെണ്ണുമായിട്ടുള്ള ഡാൻസും. അന്നത്തെ കാലത്ത് TV ഒന്നുമില്ല, ആളുകളുടെ എന്റർടൈൻമെന്റ് ഇതാ. അപ്പൊ ഒരു അമേരിക്കൻ ഓപ്ഷനും ഒക്കെ ആയിട്ട് ഈ സാധാരണ ഗ്രാമീണരുടെ സന്ധ്യകളെ ശബ്ദായമാനമാക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് നാടോടികൾ ഇങ്ങനെ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ പലതരത്തിൽ ആളുകളെ എന്റർടൈൻ ചെയ്ത് പണം ഉണ്ടാക്കും. എന്ന് പറഞ്ഞതുപോലെ കുറെ ആളുകളെ വട്ടത്തിൽ കൂട്ടിയിരുന്ന് ഡ്രം അടിക്കുക, അല്ലെ കീബോർഡ് വായിക്കുക, ഗിറ്റാർ വായിക്കുക, ഇപ്പൊ മോഡേൺ ആയിട്ട് പുകയടിപ്പിക്കുക, കളർ അടിപ്പിക്കുക, എന്നിട്ട് ഓ ജീസസ് ജീസസ് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ആളുകൾക്കൊരു എന്റർടൈൻമെന്റ്, പരിപാടി കഴിയുമ്പോൾ ഒരു പണപ്പിരിവും. അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരിക്കലും ഓർത്തഡോക്സ് സഭയിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ദാറ്റ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പം നിങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ കടത്തേണ്ടതിരിക്കാൻ അവിടെ ഇരുന്നാൽ മതി. ഗ്ലോറിയസ് ഗോസ്പൽ, യു ക്യാൻ ബിലീവ് ഇറ്റ്, യു ക്യാൻ ഗ്രാബ് ഇറ്റ്, നോ പ്രോബ്ലം. നിങ്ങൾക്ക് അത് വിശ്വസിക്കാം. ഇത് ഞാൻ ഈ പറഞ്ഞത് പോകാൻ സ്വാതന്ത്ര്യവും സാവകാശവും ഉള്ളവർക്ക്, നിങ്ങൾക്ക് പോകാൻ സ്വാതന്ത്ര്യവും സാവകാശവും ഉണ്ടെങ്കിൽ, എന്ന് മറ്റൊരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രനാണെങ്കിൽ, ബോണ്ടേജ് ഉണ്ട്, ഫാമിലി ബോണ്ടേജ്, ഫിനാൻഷ്യൽ ബോണ്ടേജ്, അങ്ങനെ പലതരത്തിലുള്ള ബോണ്ടേജ് ഉണ്ട്. നിങ്ങൾക്ക് ബോണ്ടേജ് ഇല്ലെങ്കിൽ, ഇഫ് യു ആർ ഫ്രീ ഇനഫ് ടു മൂവ്, യു ക്യാൻ ഗോ ബാക്ക്. ഇതാ ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ വേറെ ആരെ സമ്മർദ്ദത്തിൽ അഴ്ത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലബ്ബ് നടത്തുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് തുടരുക, നിങ്ങൾ ഇൻകം ഉണ്ടാക്കുക. അപ്പൊ അതിനകത്ത് ഇപ്പൊ യേശുവിന്റെ പേര് പറഞ്ഞ് രാജാ റാണി എന്നൊക്കെ പറഞ്ഞുള്ള ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വലിയ ഈ മൊറം പോലത്തെ, എന്റെയൊക്കെ കുഞ്ഞിലെ ഈ മൊറം പോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനെ വലിയ കൊട്ട പോലത്തെ ഇതൊക്കെ കെട്ടി ഇങ്ങനെ ഭയങ്കര ഓരോ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ വരും. ലൈറ്റൊന്നും ഇല്ല അന്ന്, ഈ പെട്രോമാക്സ് ഒക്കെ. എന്നിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് പള്ളക്ക് കുത്തുകയും എല്ലാം കഴിയുമ്പോൾ ഒരു പിരിവ്, നാണയത്തൊട്ടുകൾക്ക് വേണ്ടിയുള്ള ഒരു അഭ്യാസം. അപ്പൊ അതിനകത്ത് വീരപാണ്ഡ്യ, കട്ടബൊമ്മൻ ഒക്കെ വരും, നായകനും വില്ലനും അങ്ങനെയൊക്കെ വരുന്നേ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ യേശു, യോഹന്നാൻ സ്നാപകൻ, സക്കായി മരത്തെ നിറങ്ങുന്നു, ഇതൊക്കെ വർണ്ണിക്കുക, പടക് നീക്കുക, വലതുവശത്ത് വീശുക, ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ നടത്തി പാട്ട് പാടി ഒക്കെ നിങ്ങളൊരു പണപ്പിരിവ് നടത്തുന്നതിന് യാതൊരു തകരാറുമില്ല. അത് നിങ്ങളുടെ ഉപജീവന മാർഗമാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അങ്ങനെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. നിങ്ങൾ അതിൽ കണ്ടിന്യൂ ചെയ്യുക. യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ്. നിങ്ങൾക്ക് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് പോകാൻ, നിങ്ങൾ ഇഫ് യു ആർ നോട്ട് ഫ്രീ, യു ക്യാൻ സ്റ്റേ ദെയർ വേർ ആർ യു ആർ. നിങ്ങൾ അവിടെ തുടരുക. ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യമല്ല. ഞാൻ പറഞ്ഞത് ഗ്ലോറിയസ് ഗോസ്പൽ ഇസ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്ന ഇസ്ലാമിക സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ധാരാളം ഇസ്ലാമിക സുഹൃത്തുക്കൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ റെഗുലറായിട്ട് കേൾക്കുന്നവരുണ്ട്. എനിക്ക് മെയിൽ അയക്കാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ചില ആളുകളൊക്കെ സന്തോഷം നിറഞ്ഞ മെയിലുകൾ ഞാൻ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ആ ക്രിസ്തു നൽകിയ രക്ഷ അവർക്കും കൂടി ഉള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ എത്രയോ സന്തോഷമാണ് അവർക്ക്. പ്രത്യേകിച്ച് അതിന് മതം മാറണ്ടെന്നും മതപരിവർത്തനം ചെയ്യേണ്ടെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് എന്തൊരു സന്തോഷം. അതാണ് ലിബറേറ്റിംഗ് ട്രൂത്ത്, സ്വതന്ത്രമാക്കുന്ന സത്യം. യേശു പറഞ്ഞല്ലോ, സത്യം നിങ്ങൾ അറിയുകയും
സത്യം നിങ്ങളെ കക്കിരിശി നാളുക, അത് തന്നെ ആ വാക്ക് ഞാൻ മറന്നിരിക്കുക. അപ്പൊ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ ആക്കുകയും ചെയ്യും. അപ്പൊ ഇത്ര നാൾ നിങ്ങൾ കേട്ട ഏത് സത്യം നിങ്ങളെ എത്രത്തോളം സ്വതന്ത്രമാക്കിയെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ സ്വതന്ത്രമാക്കുന്ന സത്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സഭയിൽ നിങ്ങൾക്ക് അവിടെ ഉള്ള നിൽക്കാം. നിങ്ങൾ പിന്നെ എങ്ങും നിന്നില്ലേലും കുഴപ്പമില്ല, പോയില്ലേലും കുഴപ്പമില്ല, അംഗത്വം എടുത്തില്ലേലും കുഴപ്പമില്ല, മതം മാറിയില്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം സകല മനുഷ്യവർഗത്തെയും യേശു ക്രിസ്തുവിലൂടെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. സകല മനുഷ്യവർഗത്തിന്റെയും വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിലുള്ള സന്തോഷമാണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം. വ്യക്തിപരമായ ജീവിതത്തിൽ അത് പ്രകടിപ്പിക്കാം. ഒരു ആനന്ദ തുല്യതനായി നിങ്ങൾക്ക് ഒരു ജീവിതം, ഒരു ഉന്മാദിയെ പോലെ, ഒരു സൂഫി ഗായകരെ പോലെ നിങ്ങൾക്ക് ആടിയും പാടിയും സന്തോഷിച്ചും നിങ്ങൾക്ക് ജീവിക്കാം. അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പോയി ജീവിക്കാം. ഇനി ഇതൊരു കച്ചവടത്തിന്റെ സാധ്യതയെ കണ്ട് യേശുവിന്റെ നാമത്തിൽ ഒരു ക്ലബ്ബ് തുടങ്ങി നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിലെപ്പോഴും കറ പിടിച്ചുകൊണ്ടിരിക്കും. ക്ലാരിറ്റി അത് പേഴ്സണലായിട്ട് നിങ്ങളും ദൈവമായിട്ടുള്ള വിഷയമാണ്. ഇതിനകത്തേക്കൊക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ക്രിസ്ത്യൻ ഓർത്തഡോക്സി. ഞാൻ പറഞ്ഞത് ഈ യേശു ക്രിസ്തു ഈ ലോകത്ത് ഫിസിക്കലായിട്ട് ഒരു ചർച്ച്, ഹിസ്റ്റോറിക്കൽ ചർച്ച് സ്ഥാപിച്ചിരുന്നു. ആ ചർച്ച് പാതാള ഗോപുരങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത, പാതാള ഗോപുരങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത ഒരു സഭ. ആ സഭ ഇന്നും നിലനിൽക്കുന്നു. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അത് ഹിസ്റ്റോറിക്കൽ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്, യേശുക്രിസ്തുവിന്റെ ചാരിത്രിക സഭ. ആ സഭയിൽ അംഗമായിരിക്കുന്നത് അഭിമാനകരമാണ്. അതിൽ അംഗമായിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതിൽ അംഗമായിരിക്കുന്നത് നല്ലതാണ്. ഡിസൈറബിൾ, അഭിലഷണീയമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് അംഗമായിരിക്കാം. അത് അങ്ങനെയുള്ള സഭകളിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് അതിൽ സന്തോഷിക്കാം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് എന്റെ സ്റ്റാൻഡ്. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും പരിഭ്രാന്തപ്പെടുകയോ പരക്കം പായുകയോ വേണ്ട. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്ലോറിയസ് ഗോസ്പൽ, ഈ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ഇന്ന സഭയിൽ പണങ്ങയില്ല. രാജീവ് പോള് ഒരു കമന്റ് എഴുതിയിരിക്കും, നിങ്ങൾ വായിച്ചോ? രാജീവ് പോളിന്റെ ഒക്കെ വിഷമം നമുക്ക് മനസ്സിലാവും. രാജീവ് പോള് ഈ യേശുക്രിസ്തുവിന്റെ പേരിൽ പൈസ ഉണ്ടാക്കുന്ന ആളാണ്. ചെറിയൊരു ക്ലബ്ബ് നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു ക്ലബ്ബ് നടത്തി പൈസ ഉണ്ടാക്കുക, ആളുകളെ തട്ടിക്കുക, പിരിക്കുക, ഫേസ്ബുക്കിൽ കൂടെ പണപ്പിരിവ് നടത്തുക, ഇങ്ങനത്തെ ഉള്ള പരിപാടി. യു ക്യാൻ ഡു ദാറ്റ്. അതൊന്നും ഇവിടെ ആരും തടയുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്തു പറയണം എന്നുള്ളത് രാജീവിന്റെ ചെലവിലല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് കമന്റ് എഴുതിയോണ്ടാണ് പറയുന്നത്. ഈ രാജീവിനോട് പറയുന്നെങ്കിലും രാജീവിന് സിമിലർ ആയിട്ട് കമന്റ് എഴുതുന്ന എല്ലാവരോടുമാണ് പറയുന്നത്. ഞാൻ എഴുന്നേറ്റ് പോകണോ, ഇരിക്കണോ, പറയണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. തൽക്കാലം രാജീവ് മോൻ ചെല്ലേ, നീ പോയി ഏതെങ്കിലും അമ്മാമ്മമാരെ കളിപ്പിക്കാൻ നോക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ആളുകൾ വഞ്ചനയിൽ നിന്ന് മോചിതരാകുകയാണ്. അതായത് ഇവർക്കാർക്കും യേശുക്രിസ്തുവിന്റെ പേരിൽ ഒന്നും പറയാനുള്ള അധികാരമില്ല. കാരണം ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു, ക്രിസ്തു എല്ലാവരെയും വീണ്ടെടുത്തു. ദാറ്റ്സ് ഇറ്റ്. ചർച്ച് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് തിങ്. അത് ഹിസ്റ്റോറിക്കൽ ചർച്ചാണ്. ക്രിസ്തു സ്ഥാപിച്ച സഭയാണ്. ക്രിസ്തു സ്ഥാപിച്ച സഭ അത് കൈവപ്പിലൂടെ, പരമ്പരാഗതമായി കൈവപ്പിലൂടെ മാറി വരുന്ന അധികാരമുള്ള സഭ മാത്രമാണ് യഥാർത്ഥ സഭ. അല്ലാത്തതൊന്നും സഭയല്ല. അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ചായക്കട തുടങ്ങാം, ജീസസ് തട്ടുകട നിങ്ങൾക്ക് തുടങ്ങാം. പഴംപൊരി, സുഖിയൻ, ഉണ്ടംപൊരി, പരിപ്പുവട, ഉള്ളിവട, ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് തട്ടുകട തുടങ്ങാം. അതിന് ജീസസ് എന്ന് പേരിടാം. ലോറി ഉണ്ടല്ലോ ജീസസ് എന്ന് പേര്. ലോറി ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കണ്ട, എന്റെ മുമ്പിൽ ഒരു ലോറി ഉണ്ടായിരുന്നു ജീസസ്. ബസ്സുണ്ട്, എത്രയോ ബസ്സുണ്ട് ജീസസ് എന്ന് പേര്. ബോട്ട്, നമ്മുടെ വള്ളംകളിയുടെ ക്ലബ്ബ് ജീസസ് ക്ലബ്ബ് ഉണ്ടല്ലോ. ഈ ജീസസ് എന്നുള്ള പേരിൽ എന്ത് വേണമെങ്കിലും തോന്നാം. ബോട്ട് ഒക്കെ ഇറങ്ങാൻ പറ്റും.
അപ്പൊ അതുപോലെ ഈ പാട്ട് പാടുന്ന ക്ലബ്ബ്, അത് യേശുവിന്റെ പേര് തുടങ്ങുക. അത് സഭയൊന്നുമല്ല. ക്രിസ്തു സ്ഥാപിച്ച സഭ, യഥാർത്ഥ ആധികാരിക ചാരിത്രിക സഭ, ആ സഭ കൈവപ്പോടുകൂടെ പിന്തുടർച്ചയോടുകൂടെ പോരുന്ന സഭ മാത്രമാണ് ട്രൂ ചർച്ച്. അല്ലാതെ ഇന്നലെ ഒരാൾ ചർച്ച തുടങ്ങിയിട്ട് അത് ഒറിജിനൽ ചർച്ച എന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കും? അതെങ്ങനെ ചർച്ച? കഴിഞ്ഞിടയ്ക്ക് ഒരു മെത്രാച്ചൻ പ്രസംഗിക്കുന്നത് കേട്ടു. മെത്രാച്ചൻ പറയാണ്, അത് ഈ അപ്പോസ്തോലിക സഭ എന്ന് പറഞ്ഞാൽ യേശുവാണ് അപ്പോസ്തലൻ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ നടുവിൽ ഞാനുണ്ടായിരിക്കും. അപ്പോ ആരല്ലോ എവിടെയെങ്കിലും കൂടി അതൊക്കെ അപ്പോസ്തോലിക സഭയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ക്രിസ്തു സ്ഥാപിച്ചത് യഥാർത്ഥത്തിൽ ഫിസിക്കലായിട്ട്, റിയലായിട്ട്, ഹിസ്റ്റോറിക്കലായിട്ട് ഒരു ചർച്ചിനെ സ്ഥാപിച്ചു. ആ സഭയെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റത്, ഈ പറയുന്ന ക്രിസ്തു നൽകിയ രക്ഷ, ആ വീണ്ടെടുപ്പ്, അത് അനുഭവിക്കുവാൻ, അത് ആസ്വദിക്കുവാൻ ഒരു സഭയിലും അംഗമാകേണ്ട ആവശ്യമില്ല, മതം മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ നിൽക്കുക. നിങ്ങളെ ആ ദൈവസ്നേഹം മാറിപ്പുണർന്നിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ യു ക്യാൻ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിന്റെ സൗന്ദര്യം അത്രയേ ഉള്ളൂ. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ മതം മാറണ്ട, സഭ മാറണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങളെ പുൽകിയിരിക്കുന്നു. പക്ഷേ ക്രിസ്ത്യൻ ഓർത്തഡോക്സി എന്ന് ഞാൻ പറഞ്ഞത് ആദിമ കാലത്ത് ക്രിസ്തു സ്ഥാപിച്ച ഒരു ഫിസിക്കൽ ഗ്രൂപ്പായിട്ടൊരു സഭയുണ്ട്. ആ സഭ അന്ന് മുതൽ ഇങ്ങു വരെ ഒരു ഗ്രൂപ്പായിട്ട് കൈവപ്പിലൂടെ പിന്തുടർച്ചകൾ കൊടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ പോരുന്ന ഒരു ഫിസിക്കൽ റിയാലിറ്റി എന്ന ഒരു സഭയുണ്ട്. അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ പറയാണ്, എല്ലാ സഭയിലും വിശ്വസ്തരായ ആളുകളുണ്ട്, വെരി ഗുഡ് ബിലീവേഴ്സ്. എങ്ങനെ ഇവൻ ഗുഡ് ബിലീവർ ആണെന്നറിയുന്നത്? ഈ വ്യാജ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഫിലിയേഷൻ മേടിച്ച് പഠിച്ച പിള്ളേരുണ്ട്. ഈ പിള്ളേർ നല്ലപോലെ പഠിക്കുന്നവരാണ്, മാർക്ക് കിട്ടുന്നവരാണ്, 10ൽ നല്ലപോലെ ജയിച്ചവരാണ്, പ്രീ ഡിഗ്രിക്ക് നല്ലപോലെ ജയിച്ചതാണ്. പക്ഷെ ഡിഗ്രിക്ക് പോയി വ്യാജ യൂണിവേഴ്സിറ്റി ചേർന്ന 2 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ അഫിലിയേഷൻ ഇല്ലെന്ന് അറിയും. കർണാടകയിലൊക്കെ എത്രയോ നമ്മുടെ സഹോദരിമാർ പോയി നഴ്സിംഗ് സ്കൂളിലൊക്കെ പഠിച്ച് 2 കൊല്ലം 3 കൊല്ലം പഠിച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് അതിനൊന്നും അംഗീകാരമില്ല. അപ്പോഴേക്കും പറയാണ് വളരെ നല്ല സ്റ്റുഡന്റ് ആയിരുന്നു, എല്ലാ പരീക്ഷയ്ക്കും, എല്ലാ സെമസ്റ്ററിലും, എല്ലാ അസൈൻമെന്റും എല്ലാം കൃത്യമായിരുന്നു, എല്ലാം നല്ലതായിരുന്നു, മിടുക്കിയായിരുന്നു, +2-ന് 89% മാർക്ക് കിട്ടുക ശരിയാണ്. പക്ഷെ എന്തില്ലായിരുന്നു? അഫിലിയേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പം പറയാണ്, ബ്രദറിൽ നല്ല വിശ്വാസികളുണ്ട്, പെന്തക്കോസിൽ നല്ല വിശ്വാസികളുണ്ട്, ഉണ്ടായിരിക്കാം, നല്ല വിശ്വാസികൾ ഉണ്ടായിരിക്കാം, നല്ല ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അഫിലിയേഷൻ ഇല്ല. ദാറ്റ് ഈസ് നോട്ട് ട്രൂ ചർച്ച്. അപ്പൊ ആരെങ്കിലും ഇപ്പം എന്നോട് എത്ര പേര് ചോദിച്ചൊരു സഭ അങ്ങ് തുടങ്ങാൻ പറ്റും? എനിക്ക് അങ്ങ് ആശ്ചര്യം, അങ്ങനെ നമുക്ക് തുടങ്ങാൻ പറ്റുമോ? എങ്ങനെ നമ്മൾ സഭ തുടങ്ങുന്നു? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അങ്ങനെ തുടങ്ങാൻ പറ്റുമോ? അങ്ങനെ തുടങ്ങാൻ പറ്റും എന്നാണ് കേരളത്തിൽ ഇന്ന് ഉള്ള പരിപാടി. എല്ലാവരും തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുള്ളതിൽ അംഗങ്ങളാകാനും ആളുകളുണ്ട്, എല്ലാവരും അംഗങ്ങളും ആകുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് യേശുവിന്റെ പേരിലുള്ള ക്ലബ്ബുകളാണ്. നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതെല്ലാം സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, സൊസൈറ്റീസ് ആണ്. അപ്പൊ യേശുനാമത്തിലുള്ള ഒരു ക്ലബ്ബ്, ജീസസ് ഫാൻസ് ക്ലബ്, ആർക്ക് തടയാൻ പറ്റും? ആർക്ക് വേണമെങ്കിലും തുടങ്ങാം, അല്ലേ? അപ്പൊ യേശുവിന്റെ കാലത്തും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞ അവരൊക്കെ പോയി നടത്തട്ട്, നിങ്ങൾ അവരെ തടയാനൊന്നും പോകണ്ട. അത് യേശുവിന്റെ ഫാൻസ് ക്ലബ്ബുകൾ. പക്ഷെ ട്രൂ ചർച്ച് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ചർച്ചാണ്. ഹിസ്റ്റോറിക്കൽ ചർച്ചിന് പാരമ്പര്യമുണ്ട്, കൈവപ്പുണ്ട്. ആ കൈവപ്പിലൂടെയാണ് അതിങ്ങോട്ട് പോരുന്നത്. അപ്പൊ അതിനകത്ത് പോകണമെങ്കിൽ, അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് അവിടെ തിരിച്ച് ജോയിൻ ചെയ്യാം. പിന്നെ സുറിയാനി സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളെ, ഈ നാശകരമായ മതഭേദങ്ങൾ കേട്ട് വിട്ടുപോയിട്ടുള്ള ആളുകൾ, ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഒരു പ്രിയ സഹോദരൻ എന്ന നിലയ്ക്ക്, സുഹൃത്ത് എന്ന നിലയ്ക്ക്, അഭ്യുദയകാംക്ഷി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, ഞാൻ എൻ്റെ അപ്പൻ്റെ കല്ലറയ്ക്ക് പോയി ധൂപം വെച്ചു. കാരണം
അത് നമുക്ക് മരിച്ചവരോടുള്ള വാങ്ങിപ്പോയവരോടുള്ള നമ്മുടെ കടമയും കടപ്പാടുമാണ്. അത് ദുരുപദേശമോ പിശാചോ ഒന്നുമല്ല. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങൾ സന്ദർശിക്കുകയും നിങ്ങൾ നാട്ടിൽ വിദേശത്തുള്ളവർ അവധിക്ക് പോകുമ്പോൾ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. ആ പള്ളിയിൽ പോവുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുകയും അവർക്ക് അവരുടെ ഒരു മെമ്മറി, ക്രിസ്ത്യാനിറ്റി തന്നെ മെമ്മറിയാണ് അല്ലേ? ക്രിസ്ത്യാനിറ്റി മൊത്തം മെമ്മറിയെ കുറിച്ചാണ്. കാരണം കർത്താവ് പറയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ, ഞാൻ വരുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ അവരുടെ ജീവാവസാനം ഓർത്ത് അവരെ അനുകരിപ്പീൻ. എപ്പോഴും ഓർമ്മകളെ കുറിച്ചാണ് ക്രിസ്ത്യാനിറ്റി പറയുന്നത്, മെമ്മറി. അതുകൊണ്ട് നമ്മുടെ വാങ്ങിപ്പോയവരെ അനുസ്മരിക്കുക, അത് ഏറ്റവും യോഗ്യവും ഉചിതവും മാന്യവും യുക്തവുമായ കാര്യമാണ്. അതുകൊണ്ട് വിദേശത്തുള്ള ആളുകൾ മടങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കബറിൽ പോവുകയും അവിടെ ഒരു പുഷ്പം അർപ്പിക്കുകയോ ഒരു മെഴുകുതിരി എത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ കുഴിച്ചിട്ടിട്ട് അവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് പട്ടിയെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടിട്ട് അതിനപ്പുറത്ത് പിന്നൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന മൂഢത. എന്നിട്ട് അങ്ങനെയുള്ള പൊട്ടന്മാരാണ് എന്നെ കളിയാക്കുന്നത്. എനിക്കെന്ത് കുന്തം പോവാൻ? നീ കളിയാക്കിയാൽ എനിക്കെന്ത്? ഓരോരുത്തരും വെച്ച് എന്നെ നായെന്നും നരിയെന്നും എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ സ്വന്തം അപ്പൻ്റെ കവറങ്കല പോയി മെഴുകുതിരി എത്തിച്ചത്. ഇനി അവസരം കിട്ടിയാൽ ഇനിയും കത്തി. 26 വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് തെറ്റായിപ്പോയി, അത് വളരെ തെറ്റായിപ്പോയി. അതുകൊണ്ട് എനിക്ക് അവസരം കിട്ടിയ സമയത്ത് ഞാൻ അവിടെ പോയി ഒരു ധൂപപ്രാർത്ഥനയും നടത്തി മെഴുകുതിരിയും കത്തിച്ചു. അപ്പം അതുകൊണ്ട് സുറിയാനി സഭകളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ, ഈ പൊട്ട വിശ്വാസത്തിൽ പോയിട്ടുള്ളവർ, വിഡ്ഢിത്തം വിശ്വസിച്ചിരിക്കുന്നവർ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അക്ഷന്തവ്യമായ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മടങ്ങിപ്പോകണം. അപ്പോൾ നിങ്ങളോട് അവർ പറയുന്ന നിരീശ്വരവാദമായിരിക്കും. ഇതൊക്കെ ആര് വിശ്വസിക്കാൻ? അവരൊക്കെ അവരെ കേൾക്കാൻ പോണോ? അവരെന്നെ കാണാൻ പോണോ? കാരണം കുറ്റിക്കൊട്ടോർണം കൊടുക്കണം. എന്നാ പിന്നെ നീ എന്തിനാണ് ഇതുകൊണ്ട് നടക്കുന്നത്? നിനക്ക് കാശുണ്ടാക്കാനാണോ നീ പുസ്തകം ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഈ പുസ്തകം നീ എടുത്ത് ചുമന്ന് പ്രസംഗിച്ച് നടക്കുന്നത് എന്തിനാ? തൊട്ട് കിട്ടുമെന്ന് അർത്ഥമുണ്ട്. ഇതിനകത്ത് മുഴുവൻ മരണത്തിനപ്പുറത്ത് ജീവനുണ്ടെന്നും ജീവിതമുണ്ടെന്നും പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അത് വെച്ച് പ്രസംഗിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്നിഗ്ധാവസ്ഥ വന്നപ്പോ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട 3 സുഹൃത്തുക്കളെയും കൊണ്ട് മലയുടെ മുകളിൽ കയറി, ശിഷ്യന്മാരെയും കൊണ്ട് മലയുടെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു, ഇവിടെ ഉണർന്നിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഞാൻ വളരെ പ്രയാസമുള്ള ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അവരെ കൊണ്ട് പറ്റില്ല, അവർ മയങ്ങി. ആ സമയത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേർപെട്ടു പോയ 2 പേർ, മോശയും ഏലിയാവും ഇറങ്ങി വരിക. അവനെ സഹായിക്കാൻ, യെരുശലേമിൽ പ്രാപിക്കാനിരിക്കുന്ന നിര്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ, തൻ്റെ ആ സന്നിഗ്ധാവസ്ഥയിൽ, തൻ്റെ വിഷമസന്ധിയിൽ, ആ പ്രയാസവേളയിൽ താൻ കടന്നു പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുവാനൊക്കെ ആയിട്ടാണ് ഈ പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ കൊണ്ടുപോയത്. അവരുറങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമ്മെ സഹായിക്കുവാൻ, നമ്മൾക്ക് തുണ നിൽക്കുവാൻ പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ നമ്മളെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്, ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അപ്പം നമ്മുടെ ഏത് സമയത്തും നമ്മുടെ ബലഹീനതയിലും ആരടുത്തില്ലെങ്കിലും നമുക്ക് വേണ്ടി അപേക്ഷിക്കും വിശുദ്ധന്മാർ. അതിനകത്ത് ഇപ്പൊ യേശു കർത്താവിനെ നോക്ക്. യേശു കർത്താവ് തനിക്കൊരു സന്നിഗ്ധാവസ്ഥയാണ് വരുന്നതെന്ന് പറഞ്ഞ് ഇവിടെ എന്നോടുകൂടെ ഉണർന്നിരുന്നു 1 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ യോഹന്നാനും പത്രോസും യാക്കോബും നല്ലപോലെ കിടന്നുറങ്ങി. അതുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യർ ഈ TV കൂടെ ഞങ്ങൾ ഇന്നിപ്പോ ഒരുത്തന്റെ പരസ്യം കണ്ടു ഫേസ്ബുക്കിൽ, 21 ദിവസം, ഡിസംബർ 2 മുതൽ 22 വരെ 21 ദിവസം ഞങ്ങൾ ഉപവസിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കും. ഇവൻ ഒരു പ്രാർത്ഥന 22 ദിവസം, പിന്നെ 21 ദിവസം ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളില്ല. ഡ്രമ്മുണ്ട്, പായുണ്ട്, പാട്ടുപുസ്തകമുണ്ട്, വേദപുസ്തകമുണ്ട്, പക്ഷെ പ്രാർത്ഥനാ വിഷയമില്ല. അതുകൊണ്ട് ഫേസ്ബുക്കിലുള്ളവർ പ്രാർത്ഥനാ വിഷയങ്ങൾ തന്ന് ഞങ്ങളെ സഹായിക്കണം. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മുട്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു ഹോട്ട് ലൈൻ ദൈവമായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇവൻ പറഞ്ഞ അന്നേരം അതെല്ലാം നടക്കും. ഇതൊരു സുവർണാവസരമാണ്, നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ ദൈവത്തെ അറിയിക്കും, ദൈവം അപ്പോൾ തന്നെ അത് നടത്തും. ഇതൊരു പോസ്റ്റാണ്.
നിനക്ക് പ്രാർത്ഥനാ വിഷയമില്ല, നീ പോയി പണി നോക്ക്. എനിക്ക് 21 ദിവസം ഉപവസിക്കണം, ദയവായി നിങ്ങൾ പ്രാർത്ഥനാ വിഷയം തരൂ. ഞാൻ ഒരു ശർക്കര ഫാക്ടറി തുടങ്ങിയിരിക്കുന്നു, കരിമ്പില്ല, കൊണ്ടുവരൂ, നിങ്ങൾ കുറച്ച് കരിമ്പ് കൊണ്ടുപോവാ, ഞാൻ കരിമ്പ് വെട്ടി നീരുണ്ടാക്കി ശർക്കര, അല്ലേ? ഇൻപുട്ടില്ല. അപ്പൊ ഞാൻ 21 ദിവസം പ്രാർത്ഥിക്കാനിരിക്കുകയാണ്, പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, എനിക്ക് പ്രാർത്ഥനാ വിഷയങ്ങളില്ല. കൊണ്ടുവരൂ, തല ചുമട് നിറയെ എനിക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ തരൂ, നിങ്ങളുടെ മടി നിറയെ ഞാൻ അനുഗ്രഹങ്ങൾ വാങ്ങിത്തരാം, വെയ് രാജാ വെയ്. ഇവന്റെ പരസ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കൂ, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവന്മാരെ ഒന്നും വിശ്വസിക്കരുത്. അവർക്ക് ആർക്കും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. അവരൊക്കെ വ്യാജമായ വാഗ്ദാനങ്ങൾ നൽകും, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അവരാരും പ്രാർത്ഥിക്കാറില്ല. യേശു കർത്താവിന് പോലും മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. അവസാനം പിന്നെ മോശ ഏലിയാവിനെ വിളിക്കേണ്ടി വന്നു. അതുകൊണ്ട് നമ്മുടെ സന്നിഗ്ധാവസ്ഥയിൽ നമുക്ക് പരിശുദ്ധ അമ്മയെയും നമ്മുടെ പുണ്യവാളന്മാരെയും വിശുദ്ധന്മാരെയും ഒക്കെ വിളിച്ച് മാധ്യസ്ഥത അപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവര് പ്രാർത്ഥിക്കും, മനസ്സിലായി? അവര് പ്രാർത്ഥിക്കും. നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ, ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോടർത്തിക്കാം. അതുകൊണ്ട് ആ പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തി. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കും. അവരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിശ്ചയമായി. അതുകൊണ്ട് നിങ്ങൾ അതാണ് ഒരു മുറുകെ പിടിക്കേണ്ടത്. അവർക്ക് സ്വാർത്ഥതയില്ല. അവരൊരിക്കലും നമ്മളെ ചൂഷണം ചെയ്യത്തില്ല, വഞ്ചിക്കത്തില്ല, മാർഗഭ്രംശം വരുത്തത്തില്ല. ഇപ്പൊ കോട്ടയത്തുള്ള ഒരു പാസ്റ്ററോട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ, പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്, ഞാനത് ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ അന്നേരത്തിന് ഐഡാകോട്ടിൽ കയറി മൂക്കുകൂട്ടത്തിൽ വെച്ച് അവൻ അപ്പുറത്തോടെ പോകത്തേ ഉള്ളൂ. ഈ നമ്മുടെയൊക്കെ വിഷയങ്ങളിൽ 50% നടക്കും, 50% പ്രാർത്ഥിച്ചാൽ ഇല്ലേലും നടക്കും. കാരണം നിരീശ്വരവാദികളുടെ വിഷയം നടക്കുന്നുണ്ട്. നടന്നു കഴിയുമ്പോൾ അതിന്റെ അവകാശം അവരങ്ങ് ഏറ്റെടുക്കും. ഇതാ സ്വാഭാവികമായിട്ട് സംഭവിക്കും. എനിക്ക് വളരെ അകത്തു നിന്ന് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു. അതായത് നിങ്ങളൊരു വിഷയം പറയുന്നു, നിങ്ങളെപ്പോലെ 100 പേര് വിഷയം പറയുന്നു. നമ്മൾ എത്രയും പ്രസിദ്ധനാകുന്നു അത്രയും വിഷയങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ മാസം എനിക്ക് 1000 പ്രാർത്ഥനാ വിഷയങ്ങൾ കിട്ടുകയാണ്. ഓ സ്തോത്രം 1000 പ്രാർത്ഥനാ വിഷയങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ, ഇത് നിങ്ങൾക്ക് വേണം ചെയ്യാൻ കേട്ടോ, ഭയങ്കര ഒരു സൂത്രമാണ്. 1000 പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്ക് കിട്ടുന്നു. സിസ്റ്ററെ പ്രാർത്ഥിക്കാം കേട്ടോ, മാതാവേ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് കുറെ ഇങ്ങനെ കവർ വിടണം. അത് കഴിയുമ്പം 1000 വിഷയം വരുന്നതിൽ 100% അതിൽ 450 വിഷയം നടക്കും. 1000 പേരെ 1000 വിഷയം നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട. അത് പ്രോബബിലിറ്റി തിയറിയാണ്. 450 വിഷയം എന്ത് ചെയ്യും? നടന്നിരിക്കും, പക്കാ നടന്നിരിക്കും. ഈ 450 പേരിൽ ഒരു 350 പേര്, 100 പേര് നിങ്ങളെപ്പോലെ തന്നെയാണ്, സൂത്രശാലികൾ, അവർ മിണ്ടത്തില്ല. പക്ഷെ 450 പേരിൽ 350 സാധുക്കൾ നിങ്ങളെ വിളിച്ചു പറയും, പാസ്റ്ററേ നടന്നു കേട്ടോ. അന്നേരത്തേന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ് ബ്രദറെ, ഇച്ചിരി പ്രയാസമുള്ള കാര്യമായിരുന്നു, എന്നാൽ ഞാനൊരു പിടി അങ്ങ് പിടിച്ചു. അപ്പൊ ഇവര് വിചാരിക്കുന്ന ഈ പാസ്റ്റർ പിടിച്ചോണ്ടാണ് ഇത് നടന്നത്. പാസ്റ്ററുടെ മാനസിക അടിമയായി. അപ്പൊ പിന്നെ പിറ്റേ ആ ആഴ്ച തന്നെ $100, $200, $300, $400 ഒക്കെ ഇങ്ങനെ ചെക്കുകൾ വരും. അപ്പൊ ഈ ചെക്കുകൾ വരുമ്പോ എന്ത് ചെയ്യും? അതിങ്ങനെ ഈ കവർ കീറുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അത് കീറിച്ച് ചെക്ക് എടുത്ത് ബാങ്കിൽ. മാസം 350 പേരിൽ നിന്നാണ് നമുക്ക് ഇൻകം ഉണ്ടാകുന്നത്. ഈ 350 പേര് നമ്മുടെ സ്ഥിരമായ കസ്റ്റമർ ആകുകയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അഡ്രസ്സും ഇമെയിലും ഒക്കെ മേടിച്ചു വെക്കും. പിന്നെ 2 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ പറയും, സിസ്റ്ററെ നമ്മുടെ സഭയിൽ 21 ദിവസം ഉപവാസം കേട്ടോ, നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം അവിടെയുള്ള. അപ്പോഴേക്കും ആ ഏരിയയിലുള്ള ആളുകളുടെ ഇന്ന ഭാഷയുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ആ ഏരിയയിലൊക്കെ ഈ സിസ്റ്റർ ദൂത് അറിയിക്കും. അവിടെ നിന്നെല്ലായിട്ടൊരു 10 പേര് ഈ 21 ദിവസം ഉപവാസത്തിന് കോൺട്രിബ്യൂഷൻ കൊടുക്കും. ഇങ്ങനെയാണ് ഈ ശതകോടികൾ സമ്പാദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ വഞ്ചനയാണ്. നിങ്ങളൊന്ന് ഇത് കൊടുത്താൽ ഈ 550 പേരുടെ കാര്യം നടന്നിട്ടില്ല. ഈ 550 പേരിൽ ഒരാളേലും പറയുമോ, എനിക്ക് ഇന്നൊരു വിഷമം ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന ഭാഷ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പക്ഷെ അത് നടന്നില്ല എന്ന് ഒരാളും സാക്ഷ്യം പറയത്തില്ല. എന്റെ വിധി അത് നടന്നില്ല. പക്ഷെ ഈ നടന്നവര് നിലത്തങ്ങും ഇരിക്കത്തില്ല. മുട്ടയിട്ട കോഴി കൊക്കിക്കൊണ്ട് നടക്കുന്നവര് കൊക്കി ഈ കള്ളന് ആളെ കൂട്ടിക്കൊടുക്കും. ഇതൊക്കെയായി നടക്കുന്നത്. അല്ലാതെ ഇവന്റെ പ്രാർത്ഥനയുടെ വിശേഷമൊന്നും അല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു തട്ടിപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. എന്നാൽ നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ
അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അമ്മ ഒരിക്കലും പറയത്തില്ല നീ മോനെ എനിക്ക് കാശ് തരണം, നിന്റെ വീട്ടിൽ കയറി ഇത് അടുത്ത് കയ്യെത്തുന്ന ദൂരത്താണ് നിന്റെ വീടിനകത്ത് കയറി ആധിപത്യം ചുമത്തും, നിന്റെ വീട്ടിലെ സകല കാര്യങ്ങളിൽ ഇടപെടും, ചിലപ്പോൾ വലിയ കുഴപ്പങ്ങളും ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. ഈ ഉറങ്ങുന്നവന്മാരെ പ്രാർത്ഥനാ വിഷയം ഏൽപ്പിക്കരുത്. അവന്മാർ ഉറങ്ങത്തേ ഉള്ളൂ, അവർ നിങ്ങളുടെ പണം അടിച്ചെടുക്കും, നിങ്ങളുടെ ഭാര്യയുടെ ചാരിത്രം വേണമെങ്കിൽ കവർന്നെടുക്കും, ഇതൊക്കെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിരിക്കുന്ന കുടുക്കുകളിൽ നിങ്ങൾ പോയി വീഴരുത്. ഈ പ്രാർത്ഥിക്കാൻ മുട്ടി നിൽക്കുന്നതിന് പ്രാർത്ഥനാ വിഷയം ഇല്ലെങ്കിൽ അവൻ കള്ളനാണ്. മരുഭൂമിയിലെ താപസന്മാർ 100 കൊല്ലമൊക്കെ മരുഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. ഈ ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരുണ്ട്, സുറിയാനി സഭയുടെ പിതാക്കന്മാരുണ്ട്, മരുഭൂമിയിലെ താപസന്മാരുണ്ട്, ജടയാടുകളുടെയും കോലാടുകളുടെയും തുകല് ധരിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. ദുഃഖിതന്മാർ തലവനായ ബർസവുമായും ശമോൻഡസ്തുനിയും ഒക്കെയുണ്ട്. അവരൊന്നും ആരോടും പ്രാർത്ഥനാ വിഷയം ചോദിച്ചില്ല. ഇമെയിലിലും ഞങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ കുറവാണ്, കൊണ്ടുവരൂ, ബ്ലസിമോടെ വയറുവേന മാറണമേ, ജോക്കുട്ടന് വിസ കൊടുക്കണമേ, ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളൊന്നുമില്ല. അപ്പം പ്രാർത്ഥിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ തേടി അലയേണ്ടതില്ല. പ്രാർത്ഥനാ വിഷയങ്ങൾ തേടി അലയുന്നവൻ കള്ളനാകും. അതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വാങ്ങിപ്പോയവർ സജീവ അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ധൂപം വെക്കാൻ പോയതിന്റെ കാരണം അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ ബോധ്യം വന്നതുകൊണ്ട്. അപ്പൊ ഞാൻ ആ കാലത്ത് പെന്തക്കോസ്ത് മതഭ്രാന്തിൽ നിന്ന സമയത്ത് ഞാനതിനെ വിമർശിച്ചിരുന്നു. എങ്കിലും പെന്തക്കോസ്തിൽ ആ പാട്ടുണ്ടായിരുന്നു, ആ പാട്ടിനെ കുറിച്ച് ഞാൻ വീണ്ടും ചിന്തിച്ചു. അപ്പൊ അതേക്കുറിച്ച് പഠിച്ചപ്പോ അതാണ് ശരി. അപ്പൊ പെന്തക്കോസ്തുകാരെ നിങ്ങളുടെ പാട്ടാണ് ശരി. അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാരുണ്ട്, മനുഷ്യ നിങ്ങളതല്ലേ പാടുന്നേ, നിങ്ങളെ പാട്ട് മാറ്റിയിട്ടില്ല, പിന്നെ എന്തിനാ വിമർശിക്കുന്നതന്നെ. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ അപ്പൊ നിങ്ങൾക്ക് കുടുംബവഴക്കൊന്നും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് സേഫായി മൂവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ സുറിയാനി സഭ വിട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കബറിങ്കൽ പോവുകയും ധൂപം വെക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മുടെ ഒരു മഹത്തായ പാരമ്പര്യമാണ്. അത് ആ സഭയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രം ബാധകമായ കാര്യമാണ്. അല്ലാതെ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കാൻ വേണ്ടി എല്ലാവരും കല്ലറയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും ഓർത്തഡോക്സ് സഭയിൽ പോകേണ്ട ആവശ്യമില്ല, എല്ലാവരും ക്രിസ്ത്യാനി പോലും ആവേണ്ട ആവശ്യമില്ല, മതം മാറേണ്ട ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ നിങ്ങൾക്ക് ഈ ഗ്ലോറിയസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കാൻ കഴിയും, ഗ്ലോറിയസ് ഫ്രീഡത്തിൽ ജീവിക്കാൻ കഴിയും, ആ ഗ്ലോറിയസ് ജോയ് അനുഭവിക്കാൻ കഴിയും, ആ ഗ്ലോറിയസ് പീസ് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ സ്നേഹവും സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും അനുഭവിച്ച് ഒരു ഗ്ലോറിയസ് ലൈഫ് നയിക്കുവാൻ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഓരോ വ്യക്തികളെയും സഹായിക്കും. അതിന്റെ യാതൊരു നിബന്ധനയില്ല, ഉപാധികളില്ല, നിഷ്കർഷകളില്ല, നിർദ്ദേശങ്ങളില്ല, യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും അതിനകത്തില്ല. ഇറ്റ് ഈസ് ഫോർ ഓൾ, അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരെ സ്വതന്ത്രമാക്കുന്ന, തികച്ചും സ്വതന്ത്രമാക്കുന്ന, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്ന വിധത്തിൽ നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന ഒരു സുവിശേഷമാണ്. യു ക്യാൻ ജസ്റ്റ് എംപ്രൈസ് ഇറ്റ്. ഇവിടെ കേൾക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഒത്തുനോക്കുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ മെസ്സേജിൽ ചോദിക്കുക. നമുക്ക് അതിനെപ്പറ്റി തുറന്ന് ചർച്ച ചെയ്യാം. മറ്റേത് മതമാണ്, നിങ്ങളെ വഞ്ചിക്കുകയാണ്, കാരണം നിങ്ങളെ അടിമകളാക്കുകയാണ്, നിങ്ങളെ കച്ചവടമാക്കുകയാണ്, നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. അതിൽ വീണു പോകാതെ, അടിമനുഭവത്തിൽ വീണു പോകാതെ, അവരും പറയുന്ന മാസ്റ്ററിൽ നടത്തു ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. നിങ്ങൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുക, ക്രിസ്തുവിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുക, ആ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുക, ദൈവസ്നേഹത്തിന്റെ നറുതേൻ നുകരുക, ആ ദൈവിക കരുതലിനെ അനുഭവിക്കുക, നിങ്ങൾ സ്വതന്ത്രരായി നടക്കുക. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. എല്ലാത്തരം വഞ്ചനകളും നീങ്ങിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. എനിക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ ഏൽപ്പിക്കൂ എന്ന് പറയുന്ന കള്ളന്മാരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. അങ്ങനെ അത്ഭുത സിദ്ധി ആർക്കും കൊടുത്തിട്ടില്ല. നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ വിശുദ്ധന്മാർ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വഞ്ചനയില്ലാതെ, ചതിവില്ലാതെ, കപടതയില്ലാതെ. പണ്ടൊരിക്കല് ഈ എ കെ ആന്റണി
ഒരു ആൾ ദൈവത്തെ കാണാൻ പോയി. ആ കാലത്ത് ഞാൻ പത്രത്തിൽ വായിച്ച. അപ്പൊ വേറൊരാൾ ചോദിച്ചു, ഈ കരുണാകരൻ ഗുരുവായൂരപ്പനെ കാണാൻ പോകും. അപ്പൊ അന്നൊരു പത്രപ്രവർത്തനം പറഞ്ഞാണ്, ഈ കരുണാകരൻ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഗുരുവായൂരപ്പന് സ്വാർത്ഥ ലാഭ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ കരുണാകരൻ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരപ്പനെ പോയി കണ്ടാലും ഗുരുവായൂരപ്പൻ ഒരു കാര്യം കരുണാകരനോട് പറയത്തില്ല. മുഖ്യമന്ത്രി ആയിരിക്കുന്ന കരുണാകരനെ സ്വാധീനം ചെലുത്തി അധികാര ദുർവിനിയോഗമൊന്നും ഈ ഗുരുവായൂരപ്പൻ ചെയ്യത്തില്ല. അതേസമയം ഒരാൾദൈവത്തെ കാണാൻ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് തൊട്ട് ആൾദൈവം എന്ത് ചെയ്യാൻ തുടങ്ങും? കൺട്രോൾ ചെയ്യാൻ തുടങ്ങും, പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും, ഇടപെടാൻ തുടങ്ങും. അതുകൊണ്ട് ആൾദൈവം മോർ ഡേഞ്ചറസ് ആണ്, ഗുരുവായൂരപ്പൻ ഹാംലെസ് ആണ്. അതുകൊണ്ട് കോട്ടയത്തെ ഒരു ആൾദൈവത്തെ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു. നിങ്ങളുടെ പണം, ധനം എല്ലാം നഷ്ടമായി പോകും. നിങ്ങളുടെ ജീവൻ തന്നെ ചിലപ്പം നഷ്ടമായി പോകും. പക്ഷെ നിങ്ങൾ പുതുപ്പള്ളി പുണ്യാളിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ പുതുപ്പള്ളി പുണ്യാണ് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്യത്തില്ല, വീട്ടിൽ ആളെ വിടത്തില്ല, നിങ്ങളുടെ പുറകെ വീട്ടിൽ വരത്തുമില്ല, നിങ്ങളില്ലാത്തവർ നിങ്ങളുടെ ഭാര്യയെ ഫോൺ ചെയ്യത്തുമില്ല. അപ്പൊ അതുകൊണ്ട് സേഫാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ആൾദൈവത്തെ കാണാൻ പോകുന്നതിന് പകരം പുണ്യാളനെ കാണാൻ പോവുക. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ബൈ ബൈ.